ശബരിമല മകരവിളക്ക് തീർത്ഥാടനത്തിന് ഇന്ന് സമാപനമാവുകയാണ്. ഹരിവരാസനം പാടി രാത്രി 11 മണിക്ക് നടയടച്ചതിനു ശേഷം മാളികപ്പുറത്ത് മണിമണ്ഡപത്തിന് മുൻപിൽ നടക്കുന്ന ഗുരുതിയോടെ തീർത്ഥാടന കാലം സമാപിക്കും. നാളെ പന്തളം രാജപ്രതിനിധിക്ക് മാത്രമാണ് ദർശനം. ശ്രീജിത്ത് ശ്രീകുമാരൻ ശബരിമലയിൽ നിന്ന് ചേരുകയാണ്. ശ്രീജിത്ത്, അവസാന ദിനമാണ്, അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അവിടുത്തെ മറ്റു ചടങ്ങുകൾ, വിവരങ്ങൾ? പ്രവിത, വെരി ഗുഡ് ഈവനിങ്. എന്തായാലും ശബരിമലയിൽ ഒരു തീർത്ഥാടന കാലം, ഒരു മണ്ഡലമാസക്കാലം യാതൊരു തരത്തിലുള്ള പരാതികൾക്കും ഇട നൽകാതെ, അത് ദേവസ്വം ബോർഡ് ആയിക്കോട്ടെ, പോലീസ് ആയിക്കോട്ടെ, മറ്റ് സംവിധാനങ്ങളായിക്കോട്ടെ, യാതൊരു തരത്തിലുള്ള പരാതികൾക്കും ഇട നൽകാതെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ, നമ്മുടെ ക്യാമറമാൻ അനന്തു പറഞ്ഞ ദൃശ്യങ്ങൾ 18ാം പടിക്ക് തൊട്ടു താഴെയുള്ള ദൃശ്യങ്ങളാണ്. കാര്യമായ രീതിയിലുള്ള തിരക്കില്ല. ഇനി നമുക്ക് നടപ്പന്തൽ കൂടി അനന്തു അല്പസമയത്തിനകം കാണിച്ചു തരും. ഇതാണ് അവസ്ഥ. കാര്യമായ രീതിയിലുള്ള ഒരു തിരക്കും ഇപ്പോൾ നടപ്പന്തലിലില്ല. ആളുകൾക്ക് സുഗമമായി വന്ന് തൊഴുകാനുള്ള സൗകര്യമുണ്ട്. ഞാൻ അല്പസമയം മുൻപ്, ഏതാണ്ട് ഉച്ചയോടുകൂടി മല കയറുന്ന സമയത്ത് തിരിച്ചിറങ്ങാനുള്ള ആളുകളുടെ തിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ കാര്യമായ രീതിയിലുള്ള തിരക്ക് ഇങ്ങോട്ട് കയറാൻ ഉണ്ടായിരുന്നില്ല. വളരെ ചുരുക്കം ചില ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും 6 മണിവരെ മാത്രമാണ് പമ്പയിൽ നിന്ന് ഭക്തർക്ക് ഇങ്ങോട്ടുള്ള പ്രവേശനമുള്ളൂ. 6 മണിക്ക് ആ പ്രവേശനം അവിടെ അവസാനിക്കും. അതിനുശേഷം പിന്നീട് ഇവിടെയാണ് ചടങ്ങുകൾ. നേരത്തെ പ്രവിത സൂചിപ്പിച്ചതുപോലെ തന്നെ മണിമണ്ഡപത്തിന് സമീപം ഗുരുതിയുണ്ട് 10 മണിയോടുകൂടി. അതിനു മുൻപ് ഹരിവരാസനം പാടി അയ്യന്റെ നട അടയ്ക്കും. നാളെ രാവിലെ ഇതിനുശേഷം പന്തളത്തെ രാജപ്രതിനിധിക്ക് മാത്രമാണ് ദർശനത്തിലുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. 6:30 മണിയോടുകൂടി ആ ചടങ്ങുകളും തീർത്തും വൈകാരികമായ ചടങ്ങുകളാണ്. ആ ചടങ്ങുകളും അവസാനിക്കും. അതിനുശേഷം അദ്ദേഹവും തിരിച്ച് മലയിറങ്ങിപ്പോകും. എന്തായാലും ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഭൂരിപക്ഷം പോലീസ് ഉദ്യോഗസ്ഥരും മാറിപ്പോകും. ADGP എസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു തുടക്കം മുതൽ ആ ഒരു ഇടപെടൽ അവർ നടത്തിയത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, മന്ത്രി VN വാസവൻ, വിവിധ ഘട്ടങ്ങളിൽ അവരെല്ലാവരും ചേർന്ന് ഇവിടെ യോഗം ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ വളരെ സന്തോഷത്തോടു കൂടി ഒരു മണ്ഡലകാലം അവസാനിക്കുന്നു. കഴിഞ്ഞ തവണയൊക്കെ വളരെ വിഷമത്തോടു കൂടി വലിയ പ്രതിഷേധങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ ഒന്നുമില്ല. കാര്യമായ കുഴപ്പങ്ങളില്ല, കാര്യമായ പ്രശ്നങ്ങളില്ല. നല്ല രീതിയിൽ ഒരു മണ്ഡലകാലം അവസാനിക്കുന്നു. ഇനി അടുത്ത മലയാള മാസം 1-ാം തീയതി നട തുറക്കും. അതിനുശേഷം നമുക്ക് കാത്തിരിക്കണം, ഒരു മണ്ഡലകാലം വരാൻ കാത്തിരിക്കണം. എന്തായാലും അതാണ് ഒരു ഉത്സവകാലം. എന്തായാലും കാര്യമായ കുഴപ്പങ്ങളില്ലാതെ മണ്ഡലകാലം അവസാനിക്കുന്നു. ഇന്ന് സന്നിധാനത്ത് കാര്യമായ രീതിയിലുള്ള ഭക്തജന തിരക്കില്ല. ഉച്ചയോടെ പൂർണ്ണമായി ഭക്തർ മലയിറങ്ങിപ്പോയി. ഇനി കുറച്ച് ഭക്തർ മാത്രമേ ഉള്ളൂ. അവർ നാളെ ഇന്ന് രാത്രിയോടുകൂടി മലയിറങ്ങി. ശ്രീകുമാരനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം സന്നിധാനത്ത് നിന്ന് ചേർന്നത്. അപ്പോൾ ശ്രീജിത്ത് പറഞ്ഞതുപോലെ തന്നെ വലിയ കോലാഹലങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ വലിയ ഗൗരവമേറിയ പരാതികളൊന്നും ഉണ്ടായില്ല. ചെറിയ ചെറിയ ചില്ലറ പരിഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു മണ്ഡലകാലം കൂടി അവസാനിക്കും.